ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു തുടക്കക്കാർക്ക് പോലും കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ സമയമാണ് ജനുവരി മാസത്തിലെ കൃഷി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ ശാന്തമായ കാലാവസ്ഥയാണ് നമുക്ക് ജനുവരി മാസത്തിൽ കിട്ടുന്നത്. നമ്മൾ ഈ ജനുവരി മാസത്തിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു വിഷുക്കാലം വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ജനുവരി മാസത്തെ കൃഷി ചെയ്യുമ്പം 3 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. അത് ഞാൻ ഓരോ സമയത്തും നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ കണ്ടുപോരാ കേട്ടോ. ജനുവരി മാസം ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചീര. ചീര എന്ന് പറഞ്ഞാൽ ചുവന്ന ചീരയുണ്ട്, അതുപോലെ പച്ച ചീരയുണ്ട്, അതുപോലെ സുന്ദരി ചീരയുണ്ട്. ഇത് കൂടാതെ പാൽച്ചീര, മയിൽപ്പീലി ചീര, അങ്ങനെ പല ടൈപ്പ്. അതുപോലെ കെയിൽ ചീര, അതുപോലെ നമ്മുടെ പാലക്ക് ചീര, അങ്ങനെ പല ടൈപ്പ് ഉണ്ടേ. ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കെയിൽ ചീരയുടെ വിത്ത് പാകി വെച്ചിരിക്കുന്നതാണ്. എൻ്റെ ആവശ്യത്തിന് വേണ്ടി പാകി വെച്ചതാണ്. കുറേ താമസം വരും ഇതിൻ്റെ വിത്തുകൾ കിളുത്ത് വരാൻ. അപ്പം കിളുക്കുകയില്ല എന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുകയോ ഇതിനകത്തെ പോട്ടിംഗ് മിക്സോട് കൂടി ഇതെടുത്ത് മാറ്റിയേച്ച് വേറെ വല്ലതും നട്ടുപിടിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും വേണ്ടുന്നതെന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൃഷി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം പലതരത്തിലുള്ള കീടങ്ങളുടെ ശല്യം വരും, വാടിപ്പോകും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാനുള്ള പണി. ഇത് ഞാൻ വെള്ളത്തിനകത്ത് കുതിർക്കാതെ പാകി വെച്ചാണ്. കാരണം നമുക്ക് കെയിൽ ചീരയുടെ എത്ര സമയം വെള്ളത്തിൽ കുതിർക്കണം ഇതൊന്നും നമുക്കറിയാൻ മേല. കേരളത്തിലുള്ളവർ അത്ര കൂടുതൽ ചെയ്യുന്ന ഒരു കൃഷിയൊന്നുമല്ല കെയിൽ ചീര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാൻ മേലാതിരുന്നത് കൊണ്ട് ഞാൻ വെറുതെ വിത്തിനെ പാകി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് താമസിച്ചത്. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് മുള പൊട്ടി. ഇത് 3 ടൈപ്പ് ചീരയാണുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടൈപ്പ്, ഞാനിപ്പോൾ എടുക്കുന്നത് പച്ച ചീരയാണ്. ചുവപ്പ് ചീരയെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളതും കഴിച്ചാൽ നല്ല ഗുണമുള്ളതുമാണ് പച്ചച്ചീരയും. പിന്നെ ഇതൊക്കെ ഭംഗി, ഈ സുന്ദരി ചീരയൊക്കെ നല്ല ഭംഗിയുമുണ്ട്, കഴിക്കാനും നല്ലതാണ്. പാൽച്ചീരയൊക്കെ ആ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് പച്ചച്ചീരയാണ് പാകി വെക്കുന്നത്. ഇതുപോലെ നമ്മൾ പാകി കിളിപ്പിച്ച് മാറ്റി നട്ടിരിക്കുന്ന ചീരയാണ്. ഇതിൻ്റെ ഒരു 2 or 3 ചുവട് മുറിച്ചാൽ തന്നെ നമുക്ക് നല്ല പോലെ ഒരു തോരൻ വെക്കാനുണ്ട് ഒരു സാധാരണ വീട്ടിൽ. അപ്പം ഇതേപോലെ നമ്മൾ ചീര ഈ സമയത്ത്, അതിപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചീര നടാനാണെങ്കിലും ചീര കൃഷി, കർഷകർക്ക് നല്ലോണം ചീര കൃഷി ചെയ്യുന്നതും ഒക്കെ ഇതേ സമയത്ത് തന്നെയാണ്. നല്ല വളർച്ച കിട്ടും ഈ സമയത്ത് നമ്മൾ ചീര നട്ടു കൊടുത്താൽ. ഈ സമയത്ത് നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് വെണ്ട. അപ്പം വെണ്ട നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന എപ്പോഴും നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നന്നായി അടിവളം ചേർത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണിലായിരിക്കണം. ജനുവരിയിലെ കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം നമ്മൾ എടുക്കാൻ. കാരണം നല്ല പകൽ സമയത്ത് നല്ല ചൂട് വരുന്ന ഒരു മാസമാണ് ജനുവരി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചെടിയുടെ ചോട്ടിൽ വെള്ളം തങ്ങി നിൽക്കാനോ ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേര് പഴുത്ത് അഴുകിപ്പോകും. പിന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവുമായിരിക്കണം. വെണ്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് മഞ്ഞുകാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വെണ്ട. അപ്പം നമുക്കിതേ ഈ സ്ഥലം എന്ന് പറയുന്നത് കുറ്റിപ്പയർ നട്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ആ കുറ്റിപ്പയർ നട്ടതിന് ശേഷം ഈ തടം വീണ്ടും അടുത്ത കൃഷിക്ക് വേണ്ടി സെറ്റാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇതുപോലെ കളകളൊക്കെ വളർന്നു തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് കൃഷിക്ക് യോഗ്യമായി തുടങ്ങി. അപ്പം നമുക്ക് ഈ കളകളെല്ലാം തന്നെ ഒന്നും നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. നമുക്കിതെല്ലാം ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. പല മാർഗങ്ങളുണ്ട് അതിന്. അപ്പം ഇതെല്ലാം കളകളൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് ഈ വെണ്ട വിത്താണ് നടുന്നത്. കണ്ടോ? അപ്പം ഇത് വിത്തല്ല, തൈയാണേ. അപ്പം ഇതിനെ ഞാൻ മാറ്റി നട്ടിട്ട് കാണിക്കാവേ. ഇതുപോലെ പ്രോട്രേക്കകത്താണെങ്കിൽ നമ്മൾ ഏത് സമയത്തും കണ്ടോ വേരിനൊന്നും ഒരു നഷ്ടവും വരാതെ നമുക്ക് ഇളക്കിയെടുത്ത് നടാനായിട്ട് പറ്റും. ഇതുപോലെ പ്രോട്രേക്കകത്ത് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ഇപ്പം പ്രോട്രേ ഇല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ കൃഷി ചെയ്യാതിരിക്കണ്ട. അപ്പം നമ്മളിത് ഇതുപോലെ മണ്ണിലേക്ക് ഇങ്ങനെ ഓരോന്നിനെ എടുത്തിട്ട് നടുവാണേ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി സ്യൂഡോമോണാസ് ഇട്ട് കൊടുത്തിട്ട് നടാം. അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ മുകളിലോട്ട് സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എല്ലാ വീടുകളിലും തന്നെ ആവശ്യമായി വരുന്ന മറ്റൊരു പച്ചക്കറിയാണ് തക്കാളി. തക്കാളി ഈ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ നല്ല വളർച്ചയും കിട്ടും, ഈ സമയത്ത് നല്ല വിളവും തരും. ഇത് കണ്ടോ,
നമ്മുടെ ഒരു തക്കാളി ചെടിയാണ്. നിങ്ങൾ ഇതിലോട്ട് നോക്കിയാൽ അറിയാം, നല്ല പോലെ ഓരോ കമ്പിലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ഭാരം താങ്ങാൻ പറ്റാഞ്ഞിട്ട് പല കമ്പുകളും ഒടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഈ നല്ല ചൂടുള്ള സമയത്ത് ഇവർക്ക് തണ്ടുകളിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ജനുവരി മാസത്തെ കൃഷിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല താങ്ങുകാലികൾ, നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് കെട്ടിവെക്കണം. ഇപ്പം നമ്മൾ ഈ പാത്രത്തിനകത്തൊക്കെ നട്ടുപിടിപ്പിക്കുമ്പം അതിനുള്ള ഭാഗമേ നമുക്ക് താഴ്ത്തിയെടുക്കാൻ പറ്റുന്നുള്ളൂ, അത്രയ്ക്ക് ബലമുള്ള കമ്പുകളെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ മുകളിലോട്ട് നട്ട് ഈ വള്ളി കെട്ടി അങ്ങനെയും ഞാൻ വളർത്താറുണ്ട് സാധാരണ. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും അധികമായി പോയതുകൊണ്ട് ഇത് ഒടിഞ്ഞ് വന്നിരിക്കുക. അപ്പം അതേ ചിലതൊക്കെ കണ്ടോ പഴുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഉള്ള കുഴപ്പം എന്നാണെന്നറിയോ, എപ്പോൾ വന്നാലും നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നത് കാരണം ടെറസിൽ നിന്ന് കിളികൾ നല്ല ശല്യമുണ്ട്. ഇതൊക്കെ കൊത്തി പൊട്ടിച്ചവർ കുടിക്കും. അപ്പോൾ അതേ 2 എണ്ണം കളറ് മാറിയതുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വിളവെടുക്കുവാണേ. അപ്പോൾ ഈ തക്കാളി ഇതുപോലെ വിളവ് തരാൻ വേണ്ടിയിട്ടേ ഞാനൊരു ചെറിയ കാര്യം ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാനത് പറഞ്ഞു തരാവേ. കണ്ടോ 2 എണ്ണം ഞാൻ ചെയ്തേന്ന് പറിച്ചു. ബാക്കിയൊന്നും അത്രയ്ക്കൊന്നും പാകമായിട്ടില്ല. ഇതേലെ തക്കാളി കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? ഒന്ന് അത് കാണിച്ചു കൊടുത്തേ. ഓരോ കമ്പേലും നിറയെ തക്കാളി കിടക്കുക. പാലക്ക് ചീരയുടെ വിത്താണേ. ഇതുണ്ടോ നമ്മുടെ പാലക്ക് ചീര നിൽക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മഴ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് നല്ല വളർച്ച കിട്ടിയത്. അതായത് എല്ലാ ഇനം ചീരകളും വളർത്താൻ പറ്റിയ സമയമാണ്. അപ്പോൾ പാലക്ക് ചീരയുടെ വിത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണും. അപ്പോൾ ഇവരെ ഞാൻ നടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തേതിൻ്റെ ഇപ്പുറത്തോട്ടൊരു ചെറിയ കുഴി എടുത്തിട്ട് ഇതിനകത്തോട്ടൊരു 2-3 എണ്ണം വെറുതെ ഇടുവാണേ. എന്നിട്ട് ഇതൊന്ന് ഇട്ട് മൂടിക്കൊടുക്കും. അങ്ങനെ ഇത്രയും നീളത്തിൽ നട്ടാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള പാലക്ക് ചീര ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ബോക് ചോയ് എന്ന് പറയുന്ന ഒരു ചീരയുടെ വർഗ്ഗത്തിൽപ്പെട്ട സാലഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. 4 എണ്ണമാണ് ഈ പാത്രത്തിനകത്തുള്ളത്. ഇത് വിളവെടുത്തതിന് ശേഷം നമുക്കിനി ഇവിടെ പാലക്ക് ചീരയെ തന്നെ നട്ടുപിടിപ്പിക്കണം. അപ്പൊ അതേ നിലത്തൂന്ന് ഇങ്ങനെ പൊങ്ങിയതിന് ശേഷമാണ് ഇവര് കൊട പോലെ ഇലകൾ വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് കാണിക്കാം. ഇതുണ്ടോ നല്ല സൂപ്പർ. ഇതിന്റെ ഒരു ചൂട് മതി നമുക്കൊരു തോരൻ വെക്കാനോ അല്ലെ സാലഡ് ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട്. ഞാൻ കുപ്പിക്കകത്ത് വെച്ച് വളർത്തുന്ന ഒരു ബോക് ചോയ് ആണേ. ഒരു കുപ്പിക്കകത്ത് മാത്രം നട്ടാലും മതി. ഇതുപോലെ നല്ല വലിപ്പത്തിലൊരു ബോക് ചോയ് കിട്ടാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയും വളർത്താം. സ്ഥലമില്ലാത്തവർക്ക് ഇതും ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ ജനുവരി മാസത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന എല്ലാ ഇനം പയറുവർഗ്ഗങ്ങളും ഇതുണ്ടോ. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് നല്ല കറുത്ത പച്ച നിറത്തിലുള്ള നീളൻ പയറും അതുപോലെ കാർക്കൂന്തൽ പയർ, പലതരത്തിലുള്ള പയറുകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന തണ്ണിമത്തനാണേ. തണ്ണിമത്തൻ്റെ വിത്തുകൾ ഞാൻ പാകി വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് മുളച്ചു വരുന്നുണ്ട്. ഇതേ 1, 2, 3 എണ്ണം ഇതേ കണക്കിന് വളർന്നിട്ടുണ്ട്. അപ്പൊ അവരെ ഇവിടെ നടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, മണ്ണിനടിയിൽ നിന്ന് പതുക്കെ കിളുത്ത് വരുന്നത് കണ്ടോ. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന തണ്ണിമത്തൻ ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലുള്ള കിരൺ തണ്ണിമത്തൻ്റെ തൈകളാണ് ഇത്. ആർക്കെങ്കിലും തണ്ണിമത്തൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്കകത്ത് തരുന്ന ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ കൂടെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാ ഇനം പച്ചക്കറികളുടെ വിത്തുകളും അത്യാവശ്യം ജനുവരി കൃഷിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാ സമയത്തും നടാൻ പറ്റുന്ന എല്ലാ ഇനം പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. അത് ഇതുപോലെ കിളുക്കും ഉറപ്പായതാണ്. കണ്ടോ, വള്ളിപ്പയറുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പച്ച വള്ളിപ്പയറുണ്ട്, അതുപോലെ വയലറ്റ് നിറത്തിലുള്ള നല്ല വള്ളിപ്പയറുണ്ട്. കണ്ടോ, ഇതേപോലുള്ള ഉണ്ട്. അതുപോലെ കുറ്റി അമരയായാലും കൊത്തമരയായാലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ. അതുപോലെ കുറ്റി ബീൻസ്, വള്ളി ബീൻസ് ഉണ്ട്, അതിനൊപ്പം കുറ്റി ബീൻസ് ഉണ്ട്. ഇപ്പം പടർത്തി കൊടുക്കാനൊന്നും സൗകര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറ്റി ബീൻസിനെയും വളർത്താം. ഞാൻ ഒരു കുറ്റി ബീൻസ് കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ഒരു കുറ്റി ബീൻസിന്റെ തൈയാണേ. കണ്ടോ, കൊലയായിട്ട് കായ്കൾ വരുന്നത് കണ്ടോ. അവിടെ എവിടെയൊക്കെ ഇത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് തുടങ്ങുന്നതാണ്. അപ്പൊ ഇഷ്ടംപോലെ കായ്കൾ കിട്ടുന്ന ഈ പൂങ്കുലകളായി വരുന്നതെല്ലാം. വേറെയൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ കായ്ച്ചു നിൽക്കുന്ന ഇഷ്ടംപോലെ കുറ്റി ബീൻസുകളുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കുറ്റി ബീൻസ് വളർത്തി വിളവെടുക്കാനായിട്ട് പറ്റും. വള്ളി ബീൻസാണ് നമുക്ക് ഒന്നും കൂടെ സൗകര്യം. ഇതാണ് നമ്മുടെ കുറ്റി അമര. ഇതേപോലത്തെ കുറ്റി അമരയുടെ വിത്തുകളാണ്. കണ്ടോ, കൊലയായിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കൊല ഇങ്ങോട്ട് പറിച്ചെടുത്താൽ ഇത്ര എണ്ണം ഉണ്ട്. നല്ല ബീൻസ് പയർ വെക്കുന്നത് പോലെ തന്നെ മെഴുക്ക് പുരട്ടി വെക്കാനും തോരൻ വെക്കാനും സൂപ്പർ ആയിട്ടുള്ളൊരു പയറാണ്. അതുപോലെ വലിയ ബുദ്ധിമുട്ടും ഇല്ല വളർത്തിയെടുക്കാൻ. അപ്പം ഇതേപോലത്തെ കുറ്റിയമരകളൊക്കെ ഈ സമയത്ത് കൃഷി ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതേലെ ഈ അമരയുടെ പയർ, ഇതെനിക്ക് ഒരു ചുവട് പയറേ ഇവിടെ ഉള്ളൂ കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്ഥലമൊന്നും വളർത്താനായിട്ടില്ല. ഒരു ഏക്കർ കണക്കിനൊക്കെ നിലത്ത് കൃഷി ചെയ്യാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ വളർത്തിയെടുക്കാം. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ഇതൊക്കെ ഒത്തിരി വളർത്തിയെടുത്താലേ ആർക്ക് കൊടുക്കും? നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് വേസ്റ്റ് ആക്കാതെ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാനും മാത്രം നമ്മൾ വളർത്തിയെടുത്താൽ മതി. ഈ ഒരു പയറേന്ന് മാത്രം പയറ് വിളവെടുത്തിട്ട് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചെടി വളർത്തുന്നതിൻ്റെ പ്രാധാന്യം. കണ്ടോ, ഇത്രയും പയറുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മാത്രം മതി. ഇത് അരിഞ്ഞ് ഇച്ചിരി പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടൊരു നേരത്തെ തോരൻ വെക്കാം. നല്ല രുചികരമായിട്ടുള്ളതാണ്. അപ്പോൾ ആരും ഇത് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കൊത്തമരയുടെ വിത്താണേ. അതിൽ നിന്ന് വളർത്തിയെടുത്തിരിക്കുന്ന തൈകളാണേ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, താഴേന്ന് കണ്ടോ മുകളിൽ എത്തുന്നിടം വരെ കായകളുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 2 ചുവട് കൊത്തമരയുടെ ആവശ്യമേ നമുക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പെട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും ഒക്കെ ഇച്ചിരി മണ്ണും ഇച്ചിരി വളവും ഒക്കെ ഇട്ട് വളർത്തുന്നതല്ലേ. നിങ്ങളൊക്കെ പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനകത്തോട്ട് നടുവാണെങ്കിൽ ഒരു വാരം വാന്തി അങ്ങോട്ട് നടുവാണെങ്കിൽ നമുക്കും കൂട്ടാം, നമ്മുടെ വാർഡിലുള്ളവർക്കും കൂട്ടാനുള്ള അത്ര പയർ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഞാൻ ഈ 5-6 കൊത്തമരയുള്ളത് പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. കുറച്ചെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്, ബാക്കി ഞാൻ പറിച്ചെടുക്കാതെ നിർത്തിയിരിക്കുവാണേ. അതുപോലെ ഇപ്പൊ ഈ കൊത്തമര നടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ ഇനം പയറുവർഗ്ഗങ്ങളും നടുന്നത് പോലെ തന്നെ നമുക്ക് ഈ സമയത്ത് നട്ടു വളർത്താൻ പറ്റുന്നതാണ് വഴുതന. വഴുതനയെന്ന് പറഞ്ഞാൽ പല കളറിലും പല ഷേപ്പിലും ഒക്കെയുള്ള നീളൻ വഴുതനയും ഉരുണ്ട വഴുതനയും അങ്ങനെ പല തരത്തിലുള്ള വഴുതനകളൊക്കെ ഉണ്ട്. എല്ലാ ഇനം വഴുതനകളും നിങ്ങൾക്ക് ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാം. പക്ഷേ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് വഴുതന നല്ല വിളവ് തരുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ഏതാണോ അവിടെ നട്ടു വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കറുത്ത ഉരുണ്ട വഴുതനയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ചകിരിച്ചോറിനകത്താണ് ഞാൻ പാകി മുളപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു തയ്യെ ഇളക്കിയെടുത്ത് ഇതിനകത്തേക്ക് നട്ടുവെക്കാം. പിന്നെ വേറൊരു കാര്യം നമ്മൾ വഴുതന കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കരുത്. അത് ഈ ജനുവരി മാസത്തിലെ കൃഷിയിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളൊരു രണ്ടാമത്തെ കാര്യമാണ്. ചെടിയുടെ ചോട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. ചെടി പെട്ടെന്ന് അഴുകിപ്പോകും, ചൂട് കൊണ്ട് അവരങ്ങ് അവിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വഴുതനയുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് കലക്കി ചുവട്ടിലും ഇലകളിലും കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുത്താൽ മതി. ഒരു വേരും പൊട്ടത്തില്ല. കണ്ടോ കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഈ മണ്ണിനകത്തേക്ക് അങ്ങ് നട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതിനകത്തെല്ലാം ചീരയും കാടും ഒക്കെയാണ് കിളുക്കുന്നത്. കാട് അവിടെ കിളുത്തോട്ടെ, നമുക്ക് ഗുണമുള്ള നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് കാട് കേട്ടോ. അതെന്തിനാ ഈ കാട് ആവശ്യം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വഴുതന ഇവിടേക്ക് നട്ടുവെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി തൈ നടുന്നത് പോലെ കണ്ടമാനം ആഴത്തിൽ നടേണ്ട ഒരു കാര്യമില്ല വഴുതനയ്ക്ക്. കാരണം ചൂടൊക്കെ കൊണ്ട് തണ്ട് അവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തക്കാളിക്ക് വേറെ ചില പ്രത്യേകതകളുള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും ആഴത്തിൽ വളർത്താനായിട്ട് നോക്കുന്നത്. അതുപോലെ നമുക്ക് ജനുവരിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മല്ലി. ഇത് ഞാൻ വെറുതെ നമ്മളിവിടെ കൊടുക്കുന്ന മല്ലിയുടെ വിത്തുകളെ ഒന്നുമില്ലാതെ നമ്മുടെ പോട്ടിംഗ് മിക്സ് എടുത്ത് നല്ലതുപോലെ നനച്ച് അതിൻ്റെ മുകളിലോട്ട് ആ വിത്തിനെ അതേപടി പൊട്ടിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇതുപോലെ പാകി വെച്ച് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറും ഇട്ട് വെള്ളം ഒഴിച്ച് തണലത്ത് മാറ്റി വെച്ചതാണ്. ഒന്നുമില്ലാതെ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. മല്ലി വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ തണ്ടുവഴി കയറ്റി വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചെടി അവിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വെള്ളം കൂടുകയും ചെയ്യരുത്. വെള്ളം കൂടിപ്പോയാലും ഇവർ അവിഞ്ഞു പോകും. ഇങ്ങനെ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടാനും ഒക്കെ മല്ലി ഉപയോഗിക്കുന്നവർ ഇതേപോലെ നട്ടു വളർത്തിക്കും. മല്ലി വിത്ത് കിട്ടാനില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ജനുവരി മാസത്തിൽ നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല വിളവ് തരുന്ന മറ്റൊരു പച്ചക്കറിയാണ് പച്ചമുളക്. ആരും പച്ചമുളക് നട്ടുപിടിപ്പിക്കാൻ മറന്നു പോകരുത്. നല്ല പോലെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും, നല്ല വിളവും തരും. ഞാൻ എൻ്റെ പച്ചമുളക് ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ, വാ. ഇത് നമ്മുടെ ഒരു പച്ചമുളകാണ്. ഇതിന് മുന്നേ ഇതിനകത്തുനിന്ന് വിളവെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. പച്ചമുളക് കണ്ടോ? അപ്പം നമുക്ക് ഇതിൻ്റെ 5-6 പച്ചമുളക് ഇതിനകത്തുനിന്ന് പറിച്ചുകൊണ്ട് പോകണം. നമ്മൾ ഇതിന് മുന്നേ ആ പച്ചമുളക് പറിച്ചുകൊണ്ട് പോയതേ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് തീർന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഓടി വന്ന് പറിച്ചെടുക്കാൻ, അപ്പോഴപ്പോൾ പറിച്ചെടുക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ, എന്നെപ്പോലൊക്കെ തിരക്ക് പിടിച്ചവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു 10 പച്ചമുളക് പറിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ കയറുമ്പം ഒരു 5-6 എണ്ണം പറിച്ചുകൊണ്ട് പോയാൽ മതി. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഈ കമ്പയിലോട്ടൊക്കെ നോക്കിയാൽ കണ്ടോ,
ഇതുപോലുള്ള ഒരു പച്ചമുളക് ചെടിയുടെ ആവശ്യമുള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് കിട്ടാൻ. എൻ്റെ അപ്പുറത്തോട്ടൊക്കെ വളർന്നു പോയിട്ടുണ്ടാകുന്നുണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ഇങ്ങനെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. കണ്ടോ, കഴുകി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇഞ്ചി കിട്ടണമെങ്കിലേ എന്നാ ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഒളിച്ചു വെച്ചിരുന്നത് പോലെയാണ്. ഇഞ്ചി ഇങ്ങോട്ട് എടുത്താൽ കണ്ടോ, നല്ല ഷീറ്റ് പോലെ അവർ പാകിപ്പോയിരിക്കുക. ഇങ്ങനെ ഇഞ്ചി കിട്ടി. ഇത് ഞാൻ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. ഇതുപോലൊരു ഇഞ്ചി കഷ്ണം നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ 1-2 ആഴ്ചത്തേക്കിന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ് ഈ ഇഞ്ചി ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഇനി ഇതുപോലെ ഷീറ്റ് അടിക്കുക പോലെ ഇതിനകത്ത് ഇരിക്കുക. ഇത് വേറൊരു പച്ചമുളകിൻ്റെ ചെടിയാണേ. ഇതേലും ഇഷ്ടംപോലെ പച്ചമുളകുണ്ട്. അപ്പൊ ഇതേപോലെ പച്ചമുളക് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഈ പച്ചമുളക് ചെടിയിൽ ഇതേപോലെ പച്ചമുളക് നിറഞ്ഞുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഇതുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ചോളം. ഇത് നമ്മുടെ സാധാരണ ചോളത്തിന്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്ന തൈകളാണ്. ഇപ്പം മഴവിൽ ചോളത്തിന്റെ വിത്തുകളും വന്നിട്ടുണ്ട്. അതുപോലെ കണി വെള്ളരിയുടെ വിത്തും വന്നിട്ടുണ്ട്. നല്ല ഇനം പൊട്ട് വെള്ളരിയുടെ വിത്തുകളും വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോണം. മഴവിൽ ചോളം നല്ല സൂപ്പറാണ്. കുറച്ചളവേ ഉള്ളൂ, തീരുന്നിടം വരെ ഞാൻ തരാവേ. ഇതുപോലെ ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഇതേ സാലഡ് കുക്കുംബർ. അങ്ങോട്ട് നോക്കിയാൽ കണ്ടോ, സാലഡ് കുക്കുംബർ, അതുപോലെ സാധാരണ വെള്ളരി, അതുപോലെ പടവലം, ചുരയ്ക്ക, പീച്ചില്, അങ്ങനെ പടർന്ന് വളരുന്ന എല്ലാ ചെടികളും നമുക്ക് ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാം. ഇതൊക്കെ വെയിറ്റ് എടുക്കുവാണെങ്കിൽ നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. ഇത് സ്നോ വൈറ്റ് ആണ്, സൂപ്പർ അല്ലേ? അതുപോലെ തിന്നാനും നല്ല രുചിയുണ്ട് കേട്ടോ സ്നോ വൈറ്റ് കുക്കുംബർ. ഇത് നമ്മുടെ സാധാരണ കുക്കുംബറാണ്. കണ്ടോ, അസിഡിറ്റിയും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ വരണം. ഇത് 2 പ്രാവശ്യം ജ്യൂസ് അടിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ ഇത്രയും സാലഡ് കുക്കുംബർ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വരുമ്പോൾ രാവിലെ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ ഇവിടെ കിടക്കുന്നതിനെ എല്ലാം കൂടെ ഇതിൻ്റെ ചുവട്ടിലോട്ട് പെറുക്കിയിടുന്നതാണേ. കാണുന്നുണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള, നല്ലപോലെ വെള്ളമുള്ള, നല്ല നമ്മുടെ ചെറുനാരകത്തിൻ്റെ കായ്കളാണേ. കണ്ടോ, കൊതി വരുന്നില്ലേ? അപ്പം ഇതേപോലെ ചെറുനാരകമൊക്കെ വളർത്തണമെങ്കിൽ നമ്മൾ പല സൂത്രപ്പണികളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും എന്തെങ്കിലും കൃഷി സംശയം വരുവാണെങ്കിൽ ചില്ലി ജാസ്മിൻ അടിച്ചു നോക്കാൻ പറഞ്ഞാൽ മതി. ചില്ലി ജാസ്മിൻ കൂർക്ക കൃഷി, ചില്ലി ജാസ്മിൻ നാരക കൃഷി. നമ്മുടെ സാധാരണ ചാമ്പയ്ക്കയാണേ നല്ല പഴുത്ത് കൊലകളായിട്ട് എടുക്കുക. എനിക്ക് കൊലയായിട്ട് തന്നെ ഊരിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതെല്ലാം പൊഴിഞ്ഞു പോവും. നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ ഒരെണ്ണം തിന്ന് നോക്കിയിട്ട് പറയാവേ. നമ്മുടെ സാധാരണ ചാമ്പയ്ക്കയെ പോലെ ഒട്ടും പുളിയൊന്നും ഉള്ളതല്ല ഇത്. സൂപ്പറാ. ഇന്ന് ശിവദത്ത എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. ശിവദത്ത എന്താ അഭിപ്രായം പറഞ്ഞേ? കൊള്ളാവോ? സൂപ്പർ സാധനം. കുറച്ചും കൂടി ഉണ്ട്, ഞാൻ പറിച്ചെടുക്കാവേ. ഇതൊരെണ്ണം താഴെ പോയതാണ്. ഇവിടെ കിടന്നാലേ കിളി ഇതൊക്കെ ഭയങ്കര കള്ളത്തരെല്ലാം പഠിച്ചു ഇവിടെ വന്ന്. ഒരെണ്ണം തരത്തില്ല. നിങ്ങൾ ചെയ്താൽ മതി, ഞങ്ങൾ തിന്നോളാന്നാണ് പറയുന്നത്. എന്നാ ചെയ്യാനാ? ഇനി ഇതേ ഇവിടോട്ട് നോക്കിയാൽ കുറച്ചുകൂടെ കിടപ്പുണ്ട്. കുറേയൊക്കെ പൊഴിഞ്ഞു പോകും. ചാമ്പയ്ക്കയുടെ കാര്യം അറിയാവുന്നവർക്കറിയാം. ദേ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. കണ്ടോ, ഇത് കണ്ടോ? ഇത് ഞാൻ നാളെ പറിക്കാന്നോർത്ത് ഇട്ടിരിക്കുക. നാളെ കിട്ടുവോ? ഇത്രേ എടുക്കുന്നുള്ളൂ ഞാൻ. പലതരത്തിലുള്ള പച്ചക്കറികൾ നട്ടു വളർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. പച്ചക്കറി കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ അവസരമാണ്. ഈ അവസരം ആരും പാഴാക്കരുത്. വിത്തുകൾ കിട്ടാനില്ലാത്തവർ, അല്ലെങ്കിൽ വിത്തുകൾ, നല്ല ഇനം വിത്തുകൾ, കിളുക്കുന്ന വിത്തുകൾ കിട്ടുന്നില്ല എന്ന് പരാതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തരുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളൊക്കെ അയച്ചു തരാം. ഈ അവസരം പാഴാക്കാതെ എല്ലാവരും കൃഷി ചെയ്യണം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.